നിങ്ങൾക്ക് കോൾ വന്നാലും കോൾ അങ്ങോട്ട് ചെയ്താലും സ്പീക്കർ ഓൺ ചെയ്ത് വേണം സംസാരിക്കാൻ. ശരി മാഡം. വേറൊരു സംഭവം അറിയോ? നമ്മുടെ മറഡോണ, സച്ചിൻ, മെസ്സി ഒക്കെ 10 നമ്പറാ. ഇപ്പൊ എനിക്ക് കിട്ടിയ 10 നമ്പറൊക്കെ ജയിൽ പുള്ളികളാ. കളിക്കാരാണോ? ഒരു പണിയില്ലാണ്ട് കളിച്ചു നടക്കുന്ന ആൾക്കാരുടെ പേര് പറഞ്ഞ മേലെ കയറിയാലുണ്ടല്ലോ. ഇയാളത് ഏത് ലോകത്താണാവോ? താൻ ലോകകപ്പ് ഒന്നും കണ്ടിട്ടില്ലേ? ഞാൻ ലോകകപ്പ് മാത്രമേ കണ്ടിട്ടുള്ളൂ. അയ്യേ, അതറിയില്ലേ? ആൾക്കാർ ലോകകപ്പെന്നും പറഞ്ഞ് ടിവിയുടെ മുമ്പിൽ കുത്തിയിരിക്കുമ്പോഴാണല്ലോ ഇവരൊക്കെ നൈറ്റ് ഡ്യൂട്ടിക്ക് ഇറങ്ങണത്. പോലീസ് പിടിച്ചില്ലെങ്കിൽ ലോകകപ്പ്, പിടിച്ചാൽ ലോകകപ്പ്. ആ ഉണ്ണിക്കുട്ടാ, ഓ നമ്മുടെ സദാശിവം റിലീസായിട്ടോ? ഓ അതെയാ, ആള് പെട്ടു. അല്ല കാതർക്ക, നിക്കാഹിന്റെ വിശേഷങ്ങളൊക്കെ അറിയണ്ടേ? എല്ലാം അറിഞ്ഞടാ. നിക്കാഹ് കഴിഞ്ഞ രാത്രി തന്നെ എന്റെ മോള് പുതിയാപ്പിളോട് എല്ലാം തുറന്നു പറഞ്ഞു. ഓ നല്ലവനാടാ, പോകുന്നതിന് മുമ്പ് എന്നെ കാണാൻ വന്നു. അത് നന്നായി. അപ്പൊ ആ കാര്യത്തിന് സമാധാനായി. സമയേ പിണങ്ങല്ലേ, ഒന്നും ഇങ്ങോട്ട് വാ. എന്ത് പിണക്കടോ? നമ്മുടെ ബ്ലോക്കിൽ പുതിയ അഡ്മിഷൻ എന്തെങ്കിലും വന്നാ? 2-3 വന്നിട്ടുണ്ട്. ഹൗസ്ഫുള്ള് ബോർഡ് വെച്ച് പറഞ്ഞേക്കാൻ പറ്റാത്ത ഇവിടെ മാത്രമാണല്ലോ. പുതിയ അഡ്മിഷനാ ഷിബു. അടിപിടിയേ? അടിയില്ല, പിടി മാത്രമേ ഉള്ളൂ. ബസ്സിൽ ഒരു പെണ്ണിനെ കയറി പിടിച്ചു, അതും മഫ്റ്റിയിലുള്ള വനിതാ പോലീസിനെ. നടയടി ശയനപ്രതിഷ്ഠ ഒക്കെ കഴിഞ്ഞോ? ഓ അതൊക്കെ കഴിഞ്ഞ് 5ാം ബ്ലോക്കിന്റെ വക വെടിവഴിപാടും ഉണ്ടായിരുന്നു. ഇവിടെ വാ, മേസ്തിരിന്ന് കാണട്ടെ. ഇതെന്താണ് ഗോതമ്പിന്റെ ഷഡ്ഡിയ? എന്റെ ഭാവനയിൽ ഉരിഞ്ഞതാണ് ചേട്ടാ, അല്ല വിരിഞ്ഞതാണ് ചേട്ടാ. മനസ്സില് മുഴുവൻ ഷെഡിയായിട്ട് നടക്കുക. സ്ത്രീകളും കുട്ടികളും ദ്രോഹിക്കുന്ന ആൾക്കാരെ എനിക്ക് വെറുപ്പാ. തന്നെ ഇനി മെസ്സിലോ ബസ്സിലോ കണ്ടുപോരും. ഇല്ല കാണില്ല. മനസ്സിലായോ? അയാളുടെ ഒന്നും വാങ്ങണ്ട. ഓക്കെ, ഈ പറഞ്ഞോട് മാത്രം. അത് സൈമൺ. എന്താ ആളുടെ കേസ്? ഫേമസ് പാർട്ടിയാ. കോളേജ് പഠിക്കുമ്പോൾ തന്നെ കൂമ്പൊടിഞ്ഞ് രാഷ്ട്രീയ കൊലപാതകം. കോടതി ലൈഫ് അടിച്ച് കൈ കൊടുത്ത് ജീവപര്യന്ത. ഭാഗ്യവാൻ. ഇനി 14 വർഷം ഇതിനകത്ത് അടിച്ചു പിടിച്ച് കഴിഞ്ഞൂടെ? അതിനൊക്കെ ഉണ്ടല്ലോ ഒരു യോഗം വേണം. ശരിക്കും കിട്ടണെങ്കിൽ 2 ജീവപര്യന്തം കിട്ടണം. ഭയങ്കര ഹാപ്പി ആയിട്ട് നടക്കാലോ. എന്റെ പൊന്നോ, ഈ ലോകത്ത് ഇവന് മാത്രം ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. എന്നോട് കളിച്ച് ഊതിക്കൊല്ലിഞ്ഞു. പിന്നെ പുതിയ ആൾക്കാർ ശ്രദ്ധയ്ക്ക്, സീനിയേഴ്സിനെ ബഹുമാനിച്ചു പോയങ്ങൊക്കെ കൂടെ ജീവിച്ചു പോവാ. അല്ലൊക്കെ ഞാനൊക്കെ ഭയങ്കര കച്ചറയാ. മനസ്സിലായോ? ഞങ്ങളെല്ലാരും. പിന്നെ ഈ മുളകിനെ ഞെട്ടി പോക്കാൻ എന്തിനാ കത്തി? ചെടിന്ന് കൈകൊണ്ടല്ലേ പൊട്ടിക്കിന്? കത്തി താഴ. എന്റെ അച്ഛനാ പറഞ്ഞേ. ആരാടാ കിരീടം കളിക്കുന്നത്? ഒന്നുമില്ല, കടുകരിനെ കത്തി ചോദിച്ചാ കിട്ടി. എന്റെ ശ്രീ പരമേശ്വര, കാത്തുരക്ഷിക്കണേ. എന്നും സന്തോഷകരമായ ഒരു ജീവിതം ഉണ്ടാവാൻ അനുഗ്രഹിക്കണേ. എന്നും അമ്പലത്തിൽ പോകുമോ? രാവിലെ ഒരു പ്രാർത്ഥന പതിവാ. അത് സന്തോഷം വന്നാലും സങ്കടം വന്നാലും. സൈമൺ വേണമെങ്കിൽ ചർച്ചൊക്കെ അവിടെ ഉണ്ട്. കോളേജിൽ ക്ലാസ് എടുക്കാൻ പോവാ? ലൈബ്രറിയിൽ ബുക്ക് എടുത്തതാ. ഓഹോ, പുസ്തകമാണല്ലേ. അല്ല, താനൊന്നും വായിക്കാറില്ലേ? ഞാനോ? എനിക്ക് ഭയങ്കര വായനശീല. കണ്ട എല്ലാ ബോർഡും വായിക്കും. ഇവിടെ പാർക്ക് ചെയ്യരുത്, പുകവലി പാടില്ല, അന്യർക്ക് പ്രവേശനമില്ല, ആരും അന്യരല്ല, തള്ളുക തുറക്കുക, അങ്ങനെ എല്ലാം വായിക്കും. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? അടിപിടിക്കിടയിൽ ഒരാള് അറിയാണ്ട് തട്ടിപ്പോവും, അല്ലെങ്കിൽ നമ്മുടെ ജീവൻ രക്ഷിക്കാൻ നോക്കുമ്പോ ഒരാൾ തട്ടിപ്പോവും. അതൊക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷേ രാഷ്ട്രീയത്തിന്റെ പേരില് ഒരാളെ കൊല്ലാൻ എങ്ങനെ സാധിക്കണേ? ചോദിച്ചു കുഴപ്പമായ രാത്രി ഉറക്കത്തിൽ ഇയാൾ എന്നെ കൊല്ലൂ. ഞാൻ കിടക്കണടുത്ത് സാമിയെ കിടത്താം, സാമി കിടക്കണടുത്ത് ഞാൻ കിടക്കാം. ഇനി ഇയാള് സാമിനെ കൊല്ലാനാണ് പ്ലാൻ ചെയ്തേക്കണെങ്കിലോ? എന്റെ ഉറക്കം പോയി. ഒന്നുകൂടി പ്രാർത്ഥിച്ചേക്കാം. 7ാം ബ്ലോക്കിൽ പുതിയൊരു തെണ്ടി വന്നിട്ടുണ്ടല്ലോ. പാവപ്പെട്ട ഒരു പെങ്കൊച്ചിനെ റേപ്പ് ചെയ്തിട്ട് കമ്പി കുത്തി കയറ്റിയ തെണ്ടി. ഇവനൊക്കെ സർക്കാർ ചെലവിൽ എന്തിനാ സാറേ തീറ്റി പോറ്റനെ? പിടിച്ചുപാടെ ഇവന്റെ ഒക്കെ ടാപ്പിങ്ങിനെ മുറിച്ചെടുത്തിട്ട് പട്ടിക്കിട്ട് കൊടുക്കണം. എന്നിട്ട് കൈ പിന്നെ കിട്ടി തൂക്കിക്കൊള്ളണം. ശരിയാടാ, ഇവനൊക്കെ ഇവിടെ കിടന്ന് തിന്നുന്ന തീറ്റയില് ആ പാവം പിടിച്ച പെങ്കൊച്ചിന്റെ വീട്ടുകാർ കരം കൊടുക്കുന്ന കാശും കൊടുക്കണം. ഞാനെങ്ങാനായിരിക്കണം ജഡ്ജി. അതെങ്ങനെയാ? എറിയാൻ അറിയാവുന്നവന്റെ കയ്യിൽ വടി കൊടുക്കൂ? ഗൾഫിലൊക്കെ ആണെങ്കിൽ ഉണ്ടല്ല, ആളാരാന്ന് പോലും നോക്കില്ല, അപ്പൊ തന്നെ നല്ല കുട്ടികളെയും. ആ നിയമം ഇവിടെയും കൊണ്ടുവരണം. എന്നാൽ ഇവിടെ പെൺകുട്ടികൾക്ക് മാനം മര്യാദയായിട്ട് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. അതിനിവിടെ കൊടും കുറ്റവാളികളുടെ മനുഷ്യാവകാശം പറയാനല്ലേ ആളുള്ളത്. ടാപ്പ് ഓൺ ചെയ്തേ. അതെ, ബൈപ്പാസ് ചെയ്ത് ബ്ലോക്ക് മാറ്റിയുണ്ട് കേട്ടാ. കണ്ടാ? ഓക്കെ. ഓക്കെ. പിന്നെ ഒന്ന് ഞാൻ പറഞ്ഞേക്കാം, വൃത്തിയട്ട ക്രിമിനൽസിനെ ഇതിനകത്ത് കുത്തി ഇറക്കാനാണ് പരിപാടിയെങ്കിൽ ഞാൻ ഇനി ഇതിനകത്ത് താമസിക്കാൻ പറ്റില്ല കേട്ടോ. ഞാൻ സമാധാനമായിട്ട് പുറത്ത് ജീവിച്ചോളാം. ഡോക്ടർ പോ.
ഇത് ഡോക്ടറല്ല പ്ലംബർ. ഓടാ. പൊന്നമ്മ സാറേ, എന്താടാ? എന്റെ അമ്മ വീട്ടില് വിരുന്നുകാരും മറ്റേ കൃഷി ഇവിടെ പോയി. അവര് റിലീസായി പോയി. എന്റെ അമ്മയുടെ ആത്മാവ് ഇപ്പോഴും അതിനകത്ത് ഉണ്ടാവൂല്ലേ സാറേ? മാഡം, പുതിയൊരു അഡ്മിഷൻ വന്നിട്ടുണ്ട്. മയക്കുമരുന്ന് കേസാ. നിരകളിക്കാണ? അല്ലടാ വലവീശിയാണ്. അയൽവക്കത്തെ പട്ടാളക്കാരന്റെ ഭാര്യ വലവീശനാണല്ലോ ഇവിടെ വന്ന് കിടക്കണം. പോറവിടുന്ന് അതിർത്തിയിലെ വെടി അയൽക്കാരനകത്ത്. കാതിർക്ക ഞാനിവനെ കൊല്ലൂട്ടാ. നീ കളിക്കടാ. വലവരിക്ക് അല്ല നിരകളിക്ക്. ഇതേതാ പുതിയൊരു സ്റ്റാച്ചു? ഇതെന്താണത്? ചില അവാർഡ് സിനിമയിലെ നായകന്മാരെ പോലെ വിദൂരതയിലേക്ക് കണ്ണു നട്ട്. പുതിയ ആളാണേ, ഇവിടുത്തെ കാലാവസ്ഥയൊന്നും പിടിച്ചിട്ടുണ്ടാവില്ല. ചേട്ടന് സ്വന്തമായിട്ട് ഭാര്യയൊക്കെ ഉണ്ടാ? 8 മക്കളും ഉണ്ട്. ഇതെന്തത് പിള്ളേരുണ്ടാക്കണ മെഷീനോ? എന്തായാലും ചേട്ടന് ഇങ്ങോട്ട് പോകുന്നത് നന്നായി. നാട്ടിൽ നിന്നിരുന്ന ഒരു IPL ടീം ഉണ്ടാക്കിയ ക്രിക്കറ്റ് IPL. ചേച്ചി കേസ് കൊടുത്തിട്ട് ഇതിനകത്തേക്ക് വന്നേ? ഏയ്, പെട്ടെന്നുണ്ടായ ദേഷ്യത്തിന് കൂട്ടുകാരനെ തല്ലി, അവൻ ചത്തുപോയി. വേറെന്തോ വരാനിരുന്ന. എന്തായാലും കഴിഞ്ഞു. ചേട്ടൻ വിഷമിക്കാതിരിക്കേ. ഇനി പ്രാരാബ്ദങ്ങളില്ലാതെ ഇവിടെ ജീവിക്കാലോ. പാലുകാരനും പത്രക്കാരനും കാശ് കൊടുക്കണ്ട. ഫോൺ ബില്ലില്ല, കറണ്ട് ബില്ലില്ല. പിന്നെ കടക്കാരനും പിരിവാരുടെ ശല്യമില്ല, ഭാര്യയുടെ പരാതികളും ഇല്ല. ഇവിടെയാണെങ്കിൽ രാവിലത്തെ പത്രം വരെ ഫ്രീ ആയിട്ട് കിട്ടും. അത് മാത്രമല്ല, നമുക്കുള്ള ഭക്ഷണം മുഴുവൻ പോയിസൺ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ടാണ് നമുക്ക് തരുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഒബാമയ്ക്ക് നമുക്ക് മാത്രം ഈ ഒരു സെക്യൂരിറ്റി ഉള്ളൂ. ചേട്ടാ, നമുക്കാരും പേടിക്കണ്ടെന്ന്. നമുക്ക് ചുറ്റും രാത്രിയും പകലും പോലീസ് ഉദ്യോഗസ്ഥന്മാരിങ്ങനെ കാവല് നിൽക്കല്ലേ. ഇവിടെ നമുക്ക് ഭയങ്കര വിലയാണെന്ന്. ഒരാൾക്ക് നമ്മളെ കാണണം തോന്നിയ അപ്പോയിന്റ്മെന്റ് എടുത്ത് പുറത്ത് കാത്തിക്കണം. നമ്മൾ കാണണ്ടെന്ന് പറഞ്ഞാ കാണണ്ട. പുറത്തിറങ്ങിയ നമുക്ക് എന്ത് വിലയാ? സകലവന്മാരും ഓടിച്ചിട്ട് നമ്മൾ താടിക്കട്ടല്ലേ. ഇവിടെ സന്തോഷായിട്ടിരിക്കട്ടാ. ദേ എന്നെ നോക്ക്, ഞാൻ എന്തൊരു ഹാപ്പിയായിട്ട് ജീവിക്കണേ. നിന്നെ പോലെ നീ മാത്രമേ കാണൂ. ബാക്കിയുള്ളവർക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പുറത്തു പോയാ മതി. എന്നാ മോനെ, അവനിനി ഹാപ്പിനെസ് കൂടത്തുള്ളൂ. അവനിഷ്ടമുള്ള പെണ്ണപ്പുറത്ത് വന്ന് കിടപ്പണ്ടേ? നേരാണോടാ? നാട്ടിൽ വെച്ച് നഷ്ടപ്പെട്ടു എന്ന് എഴുതിയതാ. പക്ഷെ എന്റെ വിഷമം കണ്ടപ്പോ അമ്മ തന്നെ അമ്മയുടെ സെല്ലിൽ കൊണ്ട് നിട്ട് തന്നു. എന്നെ പോലെ തന്നെ 2 വർഷത്തെ ശിക്ഷ. ഇവിടുന്ന് ഇറങ്ങുമ്പോ ഇനി ഒരുമിച്ച് ഇറങ്ങാലോ. അതുവരെ എന്റെ കസ്റ്റഡി തന്നെ ഉണ്ടാവും. ഇതിനകത്ത് വേറെ രാജ്യക്കൊണ്ടൊന്നും പേടിക്കാൻ വേണ്ട. ഇനിയിപ്പൊ 2 കൊല്ലം കഴിഞ്ഞിട്ടായാലും നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടായി കണ്ടാ മതി. അതെ, അല്ലാതെ അച്ഛനമ്മ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വന്ന് കിടക്കാതെ അങ്ങനെ വല്ലതൊക്കെ ചിന്തിക്കേ. അതാണ് നല്ലത്. എടാ നീയേ അവളോട് നാട്ടിൽ വെച്ച് പറയാൻ പറ്റാതിരുന്ന കാര്യങ്ങളെ ഇവിടെ വെച്ചെങ്കിലും കണ്ടൊന്ന് ഉറപ്പിക്ക്. ഞായറാഴ്ച ദിവസം ഇവിടെ അവധിയാ. അന്നാണ് ഈ അലക്കലും കഴുകലൊക്കെ. അല്ലാത്ത ദിവസം വേറെ വല്ല പണികളൊക്കെ എടുക്കേണ്ടി വരും കേട്ടോ. മോൾക്ക് ദിവസം ഒരു 55 രൂപ വെച്ച് കൂലി കിട്ടും. ആദ്യത്തെ 2 മാസം ഇവിടെ അങ്ങനെയാ. നാട്ടില് ദിവസക്കൂലി 500 ഉണ്ടായിട്ടേ അതും പോരാഞ്ഞ് കോൺട്രാക്ടറുടെ ബാഗിൽ നിന്ന് കേട്ടോ അവളിവിടെ വന്ന് കിടക്കുന്നത്. ഓ, തള്ളിവിടെ വന്ന് കിടക്കുന്നത് ഒളിമ്പിക്സ് സ്വർണം കിട്ടിയതിനായിരിക്കും. ഓ, തുടങ്ങി രണ്ടും കൂടി. ഒന്നും മിണ്ടാണ്ടിരിക്കണേ. നിയമസഭയിലെ പോലെ ഇവിടെയും തമ്മിൽ തല്ലാന്നാ പെങ്കൊച്ചു വിചാരിക്കും. ഓ, എന്ത് വിചാരിച്ചാലെന്താ? വന്ന് കയറിയിട്ട് ഇത്രയും സമയമായിട്ടേ നമ്മളോടൊന്ന് വാ തുറന്ന് മിണ്ടിയിട്ട് കൂടിയില്ല. അതൊക്കെ മിണ്ടിക്കോളും. അതൊരു പാവാ. അതിന്റെ മുഖം കണ്ടാൽ അറിഞ്ഞൂടെ? ഓ, അത്ര പാവാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇനി മറ്റേ മരുന്നടിച്ച് കിറങ്ങിയിരിക്കുകയാണെന്നാ എന്റെ സംശയം. ഒന്ന് കൂടി അവിടുന്ന്. നിനക്കൊക്കെ ഒന്ന് മിണ്ടാണ്ടിരുന്നൂടെ? മോളെ, ആദ്യമായിട്ട് വരുന്നവരോടെ ചില അവളുമാർക്ക് ഇങ്ങനെയൊക്കെയുള്ള മെക്കെട്ട് കയറ്റം പതിവാ. മോൾ അതൊന്നും കാര്യാക്കണ്ട. കഴിഞ്ഞതൊക്കെ മറന്ന് സന്തോഷായിട്ടിരിക്ക. ദേ,
ഇന്ന് ഉച്ചയ്ക്ക് ടിവിയിലൊരു സിനിമയുണ്ട്, ഇടുക്കി ഗോൾഡ്. അതിലെ കഞ്ചാവ് തോട്ടൊക്കെ കാണുമ്പോ മോക്ക് സന്തോഷാവും. ചെല്ലേ. പാവം, സ്റ്റഫ് കിട്ടാത്തതിന്റെ സങ്കട. ചോറ് മീൻ കറി. ഇതിലേതാ എന്റെ പെണ്ണ്? അവിടെ കണ്ട ആ പാത്രം കഴിക്കുന്ന പെണ്ണില്ലേ? ഇവള് നല്ല മേച്ചാണല്ലോ. അതല്ല, അപ്പുറത്തേക്ക് കണ്ട വെണ്ണക്കട്ടി. അതാണോ? ചേരിയ മറ്റതേ. ഓക്കെ, ചേച്ചി എനിക്ക് അറിയണ്ടോ? ഇല്ല. അമ്മെങ്കിലും അവൾക്ക് 90 വയസ്സുള്ള ഒരു മുത്തശ്ശിന്റെ എടുക്കട്ടെ. അത് ചാവുമ്പോ എടുത്താ മതി കേട്ടോ. വിളമ്പിക്കോ. അതെ, എന്റെ നാട്ടുകാരോട് ഞാൻ സംസാരിച്ചോട്ടെ? എന്ത്? അല്ല, ആ വെളുത്ത കുട്ടിയുടെ സുഖാണോന്ന് ചോദിക്കണോണ്ട് കുഴപ്പമുണ്ടോ? ഔട്ട് ഓഫ് ദ റൂൾ ആണ്. നീ പൊന്നമ്മ സാറിനോടൊന്ന് ചോദിച്ചോ. താങ്ക് യു ഗോപി. അല്ലല്ല, ചേട്ടന്റെ സ്ഥാനത്ത് ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ പറയുമ്പം സോറി. പോടാ. ഇന്ന് കൂടുതൽ സുന്ദരിയ ഉണ്ടല്ലോ. ഫേഷ്യൽ വല്ലതും ചെയ്താ? ഇല്ല. വെറുതെ. എന്തായാലും മുഖത്തൊരു തിളക്കമുണ്ട്. അമ്മായിമ്മ നാട്ടിൽ പോയാ? അതെ, 2 ദിവസമായിട്ട് ബദാം മിൽക്ക് കഴിക്കുന്നുണ്ട്. ചിലപ്പോ അതിന്റെ ആയിരിക്കും. അല്ലെങ്കിൽ പൊന്നമ്മ സാർ മുടിഞ്ഞ ഗ്ലാമറ സിനിമയിലൊക്കെ അഭിനയിക്കാൻ കൂടെ? ഒന്ന് പോടാ. ഞാൻ പോവില്ല. കേട്ടോ ഗോപി സാറേ, ഇവന്റെ ഓരോ വർത്താനങ്ങളെ എന്നോട് സിനിമയിൽ അഭിനയിച്ചൂടെ? അഭിനയിക്കുന്നു. പോലീസായിട്ട് നമുക്ക് ബുദ്ധി വളർന്നിട്ടില്ലേ? എന്താ ഗോപി സാറിന്റെ അഭിപ്രായം? അഭിനയിക്കണോ? പിന്നെ അഭിനയിക്കണം. ഭയങ്കര എക്സ്പ്രഷൻ അല്ലേ ഗോപി സാർ എപ്പോഴും പറയാറില്ലേ? പൊന്നമ്മ സാർ നടക്കുമ്പോ മുഖത്ത് മാത്രമല്ല ബാക്കിലും ഭയങ്കര എക്സ്പ്രഷൻ ആണ്. സാറൊന്ന് മോഹം കൊണ്ട് കാണിച്ചില്ലേ? പൊന്നമ്മ സാർ നടക്കുമ്പോഴേ സാറാള് കൊള്ളാലോ. ഇങ്ങനത്തെ വൃത്തിയോടുകളൊക്കെയാണോ ഇവന്മാരോട് പറയുന്നത്? മനുഷ്യൻ ഇനി മര്യാദയ്ക്ക് നടക്കാനും കൂടെ പറ്റത്തില്ല. എന്തൊരു കഷ്ടമാണ്. ഞാനിങ്ങനെ അവരുടെ മുഖത്ത് നോക്കൂടാ. അതിന് സാർ എപ്പോഴും അവരുടെ മുഖത്ത് നോക്കിയിട്ടുള്ളത്. എന്തായാലും പൊന്നമ്മ സാറ് പോയി. എനിക്ക് ഞാൻ എന്റെ നാട്ടുകാരായിട്ട് ധൈര്യമായിട്ട് സംസാരിക്കാം. പിന്നെ സാർ നടക്കുമ്പോഴുണ്ടിട്ട് ഈ കുഴപ്പം പൊന്നമ്മ സാറ് പറഞ്ഞതാ. ഏയ്, ഞാൻ നടക്കുമ്പോ അങ്ങനെയുണ്ടോ?